ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയ്ക്ക് മുൻപ് നമ്മുടെ ഹൃദയ വയലുകളെ ഒന്ന് പ്രാർത്ഥിച്ചൊരുക്കി കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്പോൾ നമ്മുടെ കാതുകളിലേക്ക് ദൈവം അയക്കുന്ന കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയ വയലുകളിൽ 100 മേനി, 60 മേനി, 30 മേനിയൊക്കെ ഫലം പുറപ്പെടുവിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ജനത്തെ ഈ വചനത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. വാഗ്ദാനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ വചനത്തിൽ എൻ്റെ ദൈവമേ, അവിടുത്തെ കൃപ സമൃദ്ധമായിട്ട് ഇവർക്ക് കൊടുക്കണമേ. വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ, ജീവിതാവസ്ഥകളിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുകയും വിശുദ്ധിയോടെ ജീവിക്കാനും പ്രാർത്ഥനയിൽ വളരാനും വിശ്വാസ ജീവിതം നയിച്ച് സഭയ്ക്ക്, സമൂഹത്തിന്, കുടുംബത്തിന് ഒരു അനുഗ്രഹമായി മാറാനും അവിടുന്ന് ഇടവരുത്തണമേ. പരിശുദ്ധ മാതാവേ, വിശുദ്ധരെ, മാലാഖമാരെ, ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറയാം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചാക്കിയപ്പോൾ നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തെക്കുറിച്ചുള്ള ഒരു കൊച്ചു തിരിച്ചറിവ് ഈ വചനത്തിലൂടെ നമുക്കുണ്ടാകാൻ പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം ആ തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കും. നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഒരു സ്വപ്നം ഇതാണ്: ഈ ഭൂമിയിൽ ഓരോ വിശ്വാസിയും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതം എൻ്റെ സഹജീവികൾക്ക് ഒരനുഗ്രഹമായി മാറണം. ഈ പ്രപഞ്ചത്തിന്, ലോകത്തിന് തന്നെ ഒരു അനുഗ്രഹമായി മാറണം എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കണം: എൻ്റെ ഈ കൊച്ചു ജീവിതം മറ്റുള്ളവർക്ക് എങ്ങനെയുള്ളതാണ്? അതൊരു അനുഗ്രഹമായിട്ടുണ്ടോ? അതോ മറ്റുള്ളവർക്ക് കണ്ണീരിനും വേദനയ്ക്കും സങ്കടത്തിനും കാരണമായ ഒരു ജീവിത രീതിയാണോ എനിക്കുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ഭൂമിയിൽ നീ ഒരു അനുഗ്രഹമായി മാറുക. നീ ഒരു അനുഗ്രഹമായി മാറിക്കഴിയുമ്പോൾ നിന്നിലൂടെ വംശങ്ങളെയും ഗോത്രങ്ങളെയും തലമുറകളെയും ജനതകളെയും ഞാൻ അനുഗ്രഹിക്കും. അത് ദൈവം നമ്മളിലൂടെയാണ് ചെയ്യുന്നത്. ഞാൻ ഒരനുഗ്രഹമാകണം, അതിനുശേഷം എന്നിലൂടെ ആ അനുഗ്രഹം മറ്റുള്ളവർക്ക് ലഭിക്കും. ഇപ്പോൾ ഞാൻ ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിന് ഒരനുഗ്രഹമായി മാറണം. ഞാനൊരു വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ വിശ്വാസം, എൻ്റെ ജീവിതം മറ്റ് സഹവിശ്വാസികൾക്ക്, സഹപ്രവർത്തകർക്ക് ഒരനുഗ്രഹമായി മാറണം. നീ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കുടുംബനാഥനോ ഒരു കുടുംബനാഥയോ ഒരു വിദ്യാർത്ഥിയോ ഒരു ഉദ്യോഗസ്ഥനോ ഒരു ഉദ്യോഗസ്ഥയോ ആരുമാകട്ടെ, ആ വ്യക്തി അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് കാണുന്ന ഒരു സ്വപ്നം. അതാണ്. അനേക സ്വപ്നങ്ങളുണ്ട്, അതിലൊരു സ്വപ്നം ഇതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇന്നങ്ങനെ ആയി മാറാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും, ഏത് രാജ്യത്ത് ചെന്നാലും, ഏത് ഓഫീസിൽ ചെന്നാലും, ഏത് സ്ഥലത്ത് ജോലി ചെയ്താലും ജീവിച്ചാലും, ആ നാട്ടിൽ, ആ സ്ഥലത്ത്, ആ സ്ഥാപനത്തിൽ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറണം. ഞാൻ ഒരനുഗ്രഹമാകണം, മറ്റുള്ളവർക്ക് ഞാനൊരനുഗ്രഹമായി മാറുകയും വേണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അതായത് ദൈവം അബ്രാഹത്തെ വിളിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഗോത്രത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു സ്ഥലത്ത് വളരെ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അബ്രാഹത്തെ ദൈവം വിളിക്കുകയാണ്. ഇവിടെ ഒരു ദൈവവിളിയുണ്ട്. അബ്രാഹത്തോട് ദൈവം പറയുന്നത്, അബ്രാഹമേ, നിൻ്റെ ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അവിടെ നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നീ ഒരനുഗ്രഹമായി മാറും. നിന്നിലൂടെ വംശങ്ങളെയും ഗോത്രങ്ങളെയും തലമുറകളെയും ഞാൻ അനുഗ്രഹിക്കും. ഇതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. അതായത് അബ്രാഹത്തോട് ദൈവം പറയാണ്, അബ്രാഹമേ,
നീ ഇപ്പോൾ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറുക. ഒരു മാറ്റം ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുകയാണ്. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി അനുഗ്രഹമായി തീരണമെങ്കിൽ ആ വ്യക്തിയിൽ ഒരു മാറ്റം അനിവാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ആ സ്വഭാവ സവിശേഷത, ആയിരിക്കുന്ന ആ ജീവിത സാഹചര്യം, ആയിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, മറ്റു ബന്ധങ്ങൾ ഒക്കെയും ഒരുപക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹമാകാനും കൊടുക്കാനും പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഉള്ളതെങ്കിൽ കർത്താവായ ദൈവം എന്നോടും നിങ്ങളോടും പറയുകയാണ്, മകനെ മകളെ നീ ഒന്ന് മാറുക. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ മാറണം. അബ്രാഹം സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ആ സ്ഥലം, അബ്രാഹത്തിൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും പിതൃഭവനും ഒക്കെയുള്ള ആ സ്ഥലം, ആ സ്ഥലത്തെ വിട്ട് ദൈവം കാണിച്ചു തരുന്ന ഒരു ദേശത്തേക്ക്, ഒരു സ്ഥലത്തേക്ക് മാറുക. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു മാനസാന്തരപ്പെട്ട ജീവിതം. അതാണ് സ്നാപക യോഹന്നാൻ പറയുന്നത്, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം. വെറുതെ മാനസാന്തരപ്പെട്ടാൽ പോരാ, മറിച്ച് ധ്യാനം കൂടിയോണ്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല, ദൈവവിശ്വാസി ആയതുകൊണ്ട് കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരത്തിന്, വിശ്വാസത്തിന്, പ്രാർത്ഥനാ ജീവിതത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ഞാൻ നിങ്ങൾ മാറുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക. പ്രിയപ്പെട്ടവരെ, അബ്രാഹം ദൈവത്തെ അനുസരിച്ചു. അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനം, നീ ഒരനുഗ്രഹമായി മാറും, നിന്നിലൂടെ ലോകത്തെ ജനതകളെ, രാജ്യങ്ങളെ, വംശങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ അബ്രാഹം ആദ്യം ഒരനുഗ്രഹമായി തീരും. അതിനുശേഷം അബ്രാഹത്തിലൂടെ ദൈവം മറ്റ് മനുഷ്യരെ അനുഗ്രഹിക്കും. ഇതാണ് വാഗ്ദാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇതുതന്നെയാണ്. വെറുതെ ഈ ഭൂമിയിൽ കുറേ സമ്പാദിച്ച്, കുറേ പഠിച്ച്, കുറേ ആഘോഷങ്ങൾ നടത്തി, കുറേ അങ്ങ് ജീവിച്ച് സ്വാർത്ഥപരമായ ഒരു ജീവിതം നയിക്കാനല്ല ദൈവം ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ ലോക ജീവിതം, നമ്മുടെ ഈ ലോക ജീവിതം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹത്തിൻ്റെ വഴിയായി മാറണം. ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൻ്റെ നന്മകൾ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ വലിയൊരു അനുഗ്രഹമായി മാറണമെന്ന് കർത്താവ് സ്വപ്നം കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹം അങ്ങനെ ദൈവത്തെ അനുസരിച്ചു. അബ്രാഹത്തോട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് അബ്രാഹം പോയി. അബ്രാഹത്തിൻ്റെ പേര് ദൈവം മഹത്തമമാക്കി മാറ്റി. വാഗ്ദാനപ്രകാരം അബ്രാഹത്തിന് അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 24-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ ഒരു വചനം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനത് പറയാം, ശ്രദ്ധാപൂർവം വചനം കേൾക്കുക. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകനെ എനിക്ക് വേണ്ടി മോറിയ മലയിൽ ബലി അർപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ദിവസത്തെ യാത്ര പുറപ്പെട്ട് അബ്രാഹം ആ മലയുടെ അടിവാരത്തിലെത്തി. അബ്രാഹം തലയുയർത്തി നോക്കുമ്പോൾ ദൂരെ തൻ്റെ കുഞ്ഞിനെ ബലിയർപ്പിക്കേണ്ട സ്ഥലം കണ്ടു. അബ്രാഹം തൻ്റെ വേലക്കാരെയും കഴുതയൊക്കെ അടിവാരത്തിലിരുത്തിയിട്ട് മകനെയും കൂട്ടി ആ മലയിലേക്ക് നടന്നു നീങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഒരു ബലിപീഠം പണിത് ആ ബലിപീഠത്തിൽ വിറകടക്കി തൻ്റെ കുഞ്ഞിനെ ബന്ധിച്ച് അബ്രാഹത്തിൽ കിടത്തി. എന്നിട്ട് അബ്രാഹം കുട്ടിയെ വധിക്കാൻ, കുട്ടിയെ ബലിയർപ്പിക്കാൻ കത്തി കയ്യിലെടുത്തു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു സ്വരമുണ്ടായി, അബ്രാഹം നീ കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്നും ദൈവത്തെ അനുസരിക്കുന്നുവെന്നും എനിക്ക് മനസ്സിലായിരിക്കുന്നു. അതിന് ദൈവം കൊടുക്കുന്ന ഒരു മനോഹരമായ അനുഗ്രഹമുണ്ട്. എന്നാണെന്നറിയാമോ? അതായത് ദൈവത്തെ അനുസരിക്കാൻ, ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ, ദൈവത്തെ ഭയപ്പെട്ട അബ്രാഹത്തിന് ദൈവം കൊടുക്കുന്ന ആ അനുഗ്രഹം ഇതാണ്. ഈ വചനങ്ങളിൽ 22-ന്റെ 18-19 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ ഇത് ചെയ്തതുകൊണ്ട് ഞാൻ നിനക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്, നിൻ്റെ സന്തതികളിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹം പ്രാപിക്കും. എന്ന് വെച്ചാൽ സ്വന്തം കുട്ടിയെ ബലിയർപ്പിക്കാൻ പാകത്തിനുള്ള ഒരനുസരണം ദൈവം പറഞ്ഞു. അബ്രാഹം അനുസരിച്ചു. ആ അനുസരണത്തിന് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്, നിൻ്റെ സന്തതിയിലൂടെ ഞാൻ ലോകത്തെ അനുഗ്രഹിക്കും, ലോകത്തിലെ ജനതകളെ അനുഗ്രഹിക്കും. ഇതാണ് വാഗ്ദാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 12-ാം അധ്യായത്തിൽ ദൈവം കൊടുത്ത വാഗ്ദാനത്തെ 22-ാം അധ്യായത്തിലാവുമ്പോഴേക്കും ദൈവം ഒന്നോടെ ഉറപ്പിക്കുകയാണ്, നിൻ്റെ സന്തതികളിലൂടെ ഞാൻ ലോകത്തെ അനുഗ്രഹിക്കും. അങ്ങനെ ഈ അനുഗ്രഹം ലോകത്തിന് ഞാൻ കൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ ഭൂമിയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം
സഹജീവിക്ക് ഒരു അനുഗ്രഹമായി മാറുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ധ്യാനിക്കുന്ന ആളാണ്, ധ്യാനം കൂടുന്ന ആളാണ്, എല്ലാ ധ്യാനങ്ങൾക്കും ഞാൻ പോകാറുണ്ട്, വർഷാവർഷം പ്രാർത്ഥിക്കുന്ന ആളാണ്, നിരന്തരം പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ പല സൽപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കെ തന്നെ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി തീരാറുണ്ടോ? അതോ എൻ്റെ സാന്നിധ്യം, എൻ്റെ സഹവാസം എൻ്റെ കുടുംബത്തിലുള്ളവർക്ക്, എൻ്റെ അയൽപക്കത്തുള്ളവർക്ക്, എൻ്റെ ഇടവകയിലുള്ളവർക്ക്, എൻ്റെ രാജ്യത്തുള്ളവർക്ക് ഒരു തലവേദന സൃഷ്ടിക്കുന്ന ജീവിതമാണ്? പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു സംഭവം ഞാൻ വായിക്കാനിടയായി. അതിങ്ങനെയാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തൻ്റെ അമ്മയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, മമ്മി മമ്മി നമ്മുടെ പപ്പ എന്താ മരിച്ചു പോകാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് തിരിച്ചും മറിച്ച് വായിച്ചു നോക്കി. ഇതുപോലെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ? ഗ്രാമർ മിസ്റ്റേക്കൊന്നുമില്ല. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ മമ്മിയോട് ചോദിക്കുകയാണ്, മമ്മി മമ്മി എന്താ നമ്മുടെ പപ്പ മാത്രം മരിച്ചു പോകാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനർത്ഥം എന്താണ്? ആ പുസ്തകത്തിൽ, ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ ഞാൻ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കുടുംബം ഒരു നരകതുല്യമായ കുടുംബമാണ്. ഈ കുട്ടിയുടെ അപ്പൻ ആ കുടുംബത്തിൽ ഒരനുഗ്രഹമാകുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു തലവേദനയായി മാറുകയാണ്. ആ കുഞ്ഞ് ഈ അപ്പൻ്റെ ദ്രോഹം, തൻ്റെ അമ്മയെ ദ്രോഹിക്കുന്നത് കണ്ടപ്പോൾ, തൻ്റെ അമ്മയെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പോൾ, കുടുംബസമാധാനമില്ലാത്ത വിധത്തിൽ അപ്പൻ അവിടെ മദ്യപിച്ചും മറ്റ് കാര്യങ്ങൾ ചെയ്തും ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നത് കണ്ടപ്പോൾ വേദനയോടെ ആ പിഞ്ചു കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്, മമ്മി എന്തുകൊണ്ടാണ് നമ്മുടെ പപ്പ, എൻ്റെ അപ്പൻ മരിച്ചു പോകാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, നമ്മളെക്കുറിച്ച്, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും, നമ്മുടെ വീട്ടുകാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ അയൽക്കാരോ നാട്ടുകാരോ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ദൈവമേ, ഈ മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അവരങ്ങനെ ചിന്തിക്കുന്നതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന ചില വേദനകളായിരിക്കാം, ചില പ്രയാസങ്ങളായിരിക്കാം, ചില ദുരിതങ്ങളായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേദന കൊടുക്കേണ്ട വ്യക്തികളല്ല, മറ്റുള്ളവർക്ക് നാശം വരുത്തേണ്ട വ്യക്തികളല്ല, മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കേണ്ട വ്യക്തികളല്ല, മറിച്ച് നമ്മുടെ ജീവിതം വഴി, നമ്മുടെ സാന്നിധ്യം വഴി മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കണം, മറ്റുള്ളവർ അനുഗ്രഹത്തിലേക്ക് വളരണം. ഇതാണ് അബ്രാഹത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വളരെ വ്യക്തമായിട്ടത് വിശുദ്ധ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 5-ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ഒരുപാട് പേര് ഈ വചനം വ്യാഖ്യാനിക്കുന്നതും ധ്യാനിക്കുന്നതുമാണ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നമ്മുടെ പൂർവ്വ ജോസഫിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സ്വപ്നങ്ങൾ കണ്ട വ്യക്തിയാണ് പൂർവ്വ ജോസഫ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു? മാതാപിതാക്കളും സഹോദരങ്ങളും ജോസഫിൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കും. എന്നാൽ അദ്ദേഹം അനുഭവിച്ച ജീവിതയാത്രയിൽ അതിന് സാധ്യതകളില്ലാത്ത വിധത്തിലാണ് പ്രതിസന്ധികൾ അദ്ദേഹത്തെ പിടികൂടുന്നത്. എങ്കിലും നിങ്ങൾ ഓർക്കുക, ജോസഫ് ഒരടിമയെപ്പോലെ പൊത്തിഫറിൻ്റെ വീട്ടിൽ ജോലി ചെയ്ത ആളാണ്. അവിടെ അടിമയായിട്ട് വിൽക്കപ്പെട്ട ജോസഫ് 17 വയസ്സുള്ളപ്പോൾ 20 വെള്ളിക്കാശിന് പാവം ജോസഫിനെ ചേട്ടന്മാർ, സഹോദരന്മാർ വിറ്റു. അങ്ങനെ പൊത്തിഫറിൻ്റെ വീട്ടിൽ ഒരടിമയായിട്ട് ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി 39:5, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 5-ാമത്തെ വാക്യം. ജോസഫിൻ്റെ കരങ്ങളിലേക്ക് പൊത്തിഫർ എല്ലാ അധികാരവും ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് പൊത്തിഫറിനെയും അവൻ്റെ വീടിനെയും വയലിനെയും കൃഷിയിടങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിച്ചു. എത്ര മനോഹരമാണ് ആ വചനം! ജോസഫിനെ ഓർത്ത് ആ പൊത്തിഫറിൻ്റെ വീടിനെ, അവൻ്റെ കൃഷിയിടങ്ങളെ, വയലോലകളെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ആന്തരിക സന്ദേശം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോസഫിനെ ഓർത്ത് ആ വിജാതിൻ്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ നമ്മളോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്നെ ഓർത്ത് നീ നിൽക്കുന്ന സ്ഥലത്തെ എനിക്ക് അനുഗ്രഹിക്കാൻ പറ്റുമോ? നിന്നെ ഓർത്ത് നിൻ്റെ സുഹൃത്തുക്കളെ, നിൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് അനുഗ്രഹിക്കാൻ പറ്റുമോ? എൻ്റെ സഹോദരങ്ങളെ, ആ പൊത്തിഫറിൻ്റെ ഭാര്യ അവരൊന്നും അത്ര, പ്രത്യേകിച്ച് പൊത്തിഫറിൻ്റെ ഭാര്യ അത്ര ഒരു നല്ല സ്ത്രീ അല്ല എന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും ജോസഫിനെ ഓർത്ത് അവൻ നിൽക്കുന്ന ആ വീടിനെ, ആ വയലിനെ, ആ കൃഷിയിടങ്ങളെ നമ്മുടെ കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായിട്ടാണ് ഈ വചനത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് കടത്തിവിടുന്ന ഓർക്കുക.
പ്രിയപ്പെട്ട സഹോദര, ഈ വചനം കേൾക്കുന്ന സഹോദരി, സഹോദര, പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് എന്താണ് ഇതിലൂടെ നമ്മളോട് പറയുന്നത്? നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായ ജീവിതമായി മാറണം. ഈ ജോസഫിനെ ഓർത്ത് ആ പൊത്തിഫറിൻ്റെ വീടിനെ, അവൻ്റെ കൃഷിയിടങ്ങളെ, വയലോലകളെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ഓർത്ത്, നിങ്ങളെ ഓർത്ത് നമ്മുടെ വീടിനെ ദൈവം അനുഗ്രഹിക്കണ്ടേ? നമ്മുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണ്ടേ? നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണ്ടേ? നമ്മുടെ സഭയെ ദൈവം അനുഗ്രഹിക്കണ്ടേ? നമ്മുടെ രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കണ്ടേ? അതിനല്ലേ ഓരോ വിശ്വാസിയും കർത്താവ് ഈ ഭൂമിയിൽ വിശ്വാസികളാക്കി വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്? അതോ മറ്റുള്ളവർക്ക് ഒരു നാശത്തിന്, മറ്റുള്ളവർക്ക് ഒരു തലവേദനയ്ക്ക്, മറ്റുള്ളവർക്ക് ഒരു വേദനയ്ക്ക് കാരണമാകണം എന്നാണോ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഒരു കേൾവിക്കാരെ പോലെ ഇരിക്കാതെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, സ്വന്തം ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. പ്രിയപ്പെട്ട മകനെ, നീ നിൻ്റെ ഭാര്യയ്ക്ക് ഒരു അനുഗ്രഹമാണോ? പ്രിയപ്പെട്ട മകളെ, നീ നിൻ്റെ ഭർത്താവിന് ഒരു അനുഗ്രഹമാണോ? പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമാണോ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മക്കൾക്കൊരു അനുഗ്രഹമാണോ? പ്രിയപ്പെട്ട വിശ്വാസികളെ, നിൻ്റെ വിശ്വാസ ജീവിതം സഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ടോ? രാജ്യത്തിന്, സമൂഹത്തിന്, ലോകത്തിന് നിൻ്റെ സാന്നിധ്യം, നിൻ്റെ ഈ ജീവിതം ഒരനുഗ്രഹമായി മാറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് എവിടെയാണോ നമ്മുടെ പോരായ്മകൾ അത് പരിഹരിക്കാനുള്ള സമയമാണ്. ഈ വചനം കേൾക്കുമ്പോൾ സ്വന്തം ജീവിതത്തിലെ കുറവുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ പറ്റാത്ത വിധത്തിൽ, മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന വിധത്തിൽ നിൻ്റെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുന്ന, മുഴച്ചു നിൽക്കുന്ന സ്വഭാവ ദൂഷ്യങ്ങളെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിക്കളഞ്ഞാൽ തീർച്ചയായും, നിശ്ചയമായും ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം സഹോദരങ്ങൾക്ക് ഒരനുഗ്രഹമായി മാറും. ഉൽപ്പത്തി 39:5 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ജോസഫിനെ ഓർത്ത് പൊത്തിഫറിൻ്റെ വീടിനെ കർത്താവ് അനുഗ്രഹിച്ചു. വീട്ടിൽ മാത്രമല്ല, വയലിലും കൃഷിയിടങ്ങളിലും എല്ലാം കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടായി. പിന്നീട് പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെതിരെ ദുരാരോപണം നടത്തുകയും അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് പ്രിയപ്പെട്ടവരെ? ജോസഫ് ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിൽ പോലും ജോസഫിൻ്റെ സാന്നിധ്യം വലിയ അനുഗ്രഹമായി മാറുകയാണ്. ആ ജയിലിൽ കിടക്കുമ്പോഴാണ് ജോസഫ് അവിടെ കിടക്കുന്ന സഹ തടവുകാരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. നോക്ക്, ഒരു ദൈവമനുഷ്യൻ. കാരണം ജോസഫിൻ്റെ കൂടെ കർത്താവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫ് ചെല്ലുന്ന സ്ഥലത്തെല്ലാം വലിയ അനുഗ്രഹങ്ങൾ ജോസഫിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഈ വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്, നിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കണം. കർത്താവ് കൂടെ വസിക്കാൻ പാകത്തിലുള്ളൊരു ജീവിത രീതി നിനക്കുണ്ടായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. വെറുതെ പ്രാർത്ഥിക്കുന്നവരായാൽ പോരാ, വെറുതെ വിശ്വാസിയായാൽ പോരാ, വെറുതെ ധ്യാനം കൂടുന്നവരായി പോരാ. മറിച്ച് യേശു ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെ നടക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റെ, ഒരു ചേഞ്ചിൻ്റെ ജീവിതം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ! സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഇത് നമ്മളിൽ നിന്ന് സ്വപ്നം കാണുകയാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം, ഒരു മാറ്റമുള്ള ജീവിതം. അതുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് തിരിച്ചു നടക്കേണ്ട കാലഘട്ടമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കപ്പെടണം. എൻ്റെ ജീവിതം, എൻ്റെ സഭയ്ക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ അയൽക്കാർക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വചനം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഴമായി പ്രാർത്ഥിക്കുക, ദൈവമേ, അതിനുള്ള വഴി എനിക്ക് തുറന്നു തരണമേ. തീർച്ചയായിട്ടും കർത്താവ് അബ്രാഹത്തിന് കൊടുത്ത അതേ വാഗ്ദാനം നമ്മുടെ മേൽ പൂർത്തിയാക്കും. ഇന്ന് നമ്മൾ സഭയുടെ ചരിത്രത്തിൽ കാണുകയാണെങ്കിൽ എത്രയോ മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ വളരെ മോശമായി ജീവിച്ച്, വളരെ വൃത്തികെട്ട ജീവിതം നയിച്ച്, വളരെയേറെ ദൈവത്തെ വേദനിപ്പിക്കുന്ന, ജനത്തെ വേദനിപ്പിക്കുന്ന ഒരു ജീവിതം ഒരു കാലഘട്ടത്തിൽ നയിച്ചവർ പിന്നീട് കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിലേക്ക് തിരിഞ്ഞ് കർത്താവ് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു മാനസാന്തരപ്പെട്ട ജീവിതം നയിച്ച് ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്, നമ്മുടെ സഭയിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മളതിനെ ക്ഷണിക്കുകയാണ്.
ദൈവം നമ്മളതിനെ ക്ഷണിക്കുകയാണ്. നീ ഒരനുഗ്രഹമായി മാറണം. നിൻ്റെ കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ, ലോകത്തിൽ നിൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി തീരണം. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ കൂടെ നടക്കാനും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണെന്നറിയോ? ഒന്ന്, കർത്താവിൻ്റെ വചനം പാലിക്കുന്ന ഒരു വ്യക്തിയായി നീ മാറണം. മറ്റൊന്ന്, കർത്താവ് നിനക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ചൈതന്യത്തെ അനുദിനം വർദ്ധിപ്പിക്കണം. മറ്റൊന്ന്, പ്രാർത്ഥനയിൽ ആഴപ്പെട്ട ഒരു ജീവിതം നീ നയിക്കണം. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായി മാറും, നമ്മുടെ ലോകത്തിന് അനുഗ്രഹമായി മാറും, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ തലമുറകൾക്ക് എൻ്റെ ജീവിതം ഒരനുഗ്രഹമായിട്ട് മാറും. ദൈവത്തിൻ്റെ വചനം പാലിക്കുക. നിയമാവർത്തനം 28:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ നിൻ്റെ മേൽ ചൊരിയും. എത്ര മനോഹരമാണത്! വലിയൊരു വാഗ്ദാനം അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. നിയമാവർത്തനം 28:1 മുതൽ 6 വരെ. അതിനു വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിന്ദനത്തിന് നിന്ദനമോ തിന്മയ്ക്ക് തിന്മയോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എന്തിനു വിളിക്കപ്പെട്ടവരാണ്? അനുഗ്രഹം അവകാശമാക്കാനും അനുഗ്രഹം കൊടുക്കാനും വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു ചിന്തിക്കുക. എവിടെയാണ് കുറവ്? എവിടെയാണ് അനുഗ്രഹമാകാൻ തടസ്സം? എവിടെയാണ് മാറ്റം വരേണ്ടത്? പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നമുക്കിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സഭയ്ക്ക്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ മക്കൾക്ക് അനുഗ്രഹമാകേണ്ട ഒരു ജീവിതമാണിത്. നഷ്ടപ്പെടുത്തി കളയേണ്ടതല്ല. അതുകൊണ്ട് അനുഗ്രഹമാകാൻ തടസ്സം നിൽക്കുന്ന മേഖലകൾ എന്തൊക്കെയാണോ ദൈവവചനവുമായി നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്ത് ഒന്ന് പരിശോധിച്ചിട്ട് തിരുത്തേണ്ടവ തിരുത്തി, മാറ്റേണ്ടവ മാറ്റി നീ ദൈവത്തിലേക്ക് തിരിയുക. കർത്താവ് നിൻ്റെ കൂടെ നിൽക്കും. നീ ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹം ഉണ്ടാകും. നിൻ്റെ മക്കളും തലമുറകളും ജനതകളും സന്തതികളും എല്ലാം അതുവഴി അനുഗ്രഹം പ്രാപിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും ഈ വചനത്തിൻ്റെ ശക്തമായ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, ഇവരുടെ കുടുംബം, ഇവരുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ വഴിയായി മാറട്ടെ. ഇവരെ കാണുന്നവരും കേൾക്കുന്നവരും സംസാരിക്കുന്നവരും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്ന വിധത്തിൽ ഓരോരുത്തരുടെയും ജീവിതം ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി, നന്മയുള്ള ജീവിതമായി, വലിയ കൃപയുള്ള ജീവിതമായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഈ വചന ശുശ്രൂഷ നേരത്ത് ഓരോരുത്തരെയും ഹൃദയങ്ങളെ അങ്ങ് സ്പർശിച്ചല്ലോ, ഓരോരുത്തരെയും ചിന്തകളെ അങ്ങ് സ്പർശിച്ചല്ലോ, ഓരോരുത്തർക്കും പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ അവസരം കൊടുത്തല്ലോ. എൻ്റെ ദൈവമേ, അതനുസരിച്ചുള്ള ഒരു ജീവിത രീതി കൂടി ഇവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരും ഇവരുടെ കുടുംബവും ലോകത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത സകലരും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനും ലോകത്തിനും വലിയ അനുഗ്രഹം ചൊരിയുന്ന വിശുദ്ധരായ വ്യക്തികളായി രൂപാന്തരപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, അതിന് ഇവരെ സജ്ജമാക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്.